അഞ്ച് വർഷങ്ങൾക്ക് മുമ്പെയാണ് ഇവിടെ ഞാൻ ഈ തെങ്ങും തൈ നടന്നത്. തെങ്ങും തൈ എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങും തൈക്ക് 350 രൂപ ക്രമത്തിൽ വാങ്ങി കൊണ്ടുവന്നാണ് ഞാൻ 25 മൂട് തൈ ഇവിടെ പിടിപ്പിച്ച് അന്ന് അവർ എന്നോട് പറഞ്ഞത് ഇത് 6 വർഷമൊക്കെ ആകുമ്പോൾ കായ്ക്കുമെന്നാണ്. അത് സത്യം തന്നെയാണ്. കാരണം അവർ പറഞ്ഞ രീതിയിലുള്ള വളമൊക്കെ ചെയ്ത് എല്ലാം റെഡിയായി, എല്ലാ തെങ്ങും തടി വിരിഞ്ഞ് നല്ല ഓലയായി പൂമ്പെടുക്കാൻ സമയമായി. ആ പ്രായമായ സമയമാണ് ഇത് മൊത്തവും വന്ന് പല ദിവസങ്ങളിലായിട്ട് തുടർന്ന് തന്നെ തിന്നുകൊണ്ട് ഇങ്ങനെ ഈ മൊത്തവും തിന്ന് കുഴിച്ച് അതിൻ്റെ മൂട് മൊത്തം ഇളക്കി പിന്നെ വിട്ട് ഇത്തിരി ഇനി അങ്ങേയറ്റം ഒരു മൂടുണ്ട്, അതൊന്ന് രാത്രി തന്നെ എന്തുമാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു മുതലാണെന്നറിയാമോ. ഈ രീതിയിൽ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പകൽ സമയങ്ങളിൽ പോലും ഇവിടെ കയറി വരാൻ തന്നെ ഇപ്പോൾ എനിക്ക് പേടിയാണ്. കാരണം ഇനിയിപ്പം തെങ്ങും തൈ തിന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും കിടന്നു കഴിഞ്ഞാൽ നമ്മളെ ആക്രമിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഒരു 1.5 ലക്ഷം രൂപ വരെ ഒരു നഷ്ടം ആണിപ്പോൾ എനിക്ക് സംഭവിച്ചിരിക്കുന്നത്. നഷ്ടത്തിൻ്റെ മാത്രമല്ല, ഇത്രയും കഷ്ടപ്പെട്ട് ആദായം എടുക്കാൻ സമയമായ ആ സമയം ഇങ്ങനമായ ഒരു ഭയങ്കരമായ ഒരു പിന്നെ സംവിധാനം ഇങ്ങനെ ഉണ്ടായത്, ഈ ഒരു അക്രമം ഉണ്ടായത് ഇനി ജീവിതത്തിൽ സഹിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയായി മാറിയിരിക്കുകയാണ്. ഇത് കാണുന്നതന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇത് ആകെ എനിക്ക് ഒരു അപ്സെറ്റായിട്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ആകെ ഒരു മനോവിഷമത്തിലേക്ക് പോവുകയാണ്. ഒരു കൃഷി ചെയ്യാൻ സമ്മതിക്കില്ല. ഈ മൊത്തവും പോച്ച കയറി കിടക്കുന്നത്. ആദ്യം മരച്ചീനി നട്ട് മരച്ചീനി പുഴുവാൻ സമയം ചീനിയായി വന്ന സമയം ഇതേപോലെ അത് ഒരു മൂട് പോലും കിട്ടാതെ മൊത്തവും തിന്ന് അങ്ങനെ മരച്ചീനി കൃഷി മതിയാക്കി. ചേമ്പ്, ചേന എല്ലാ കൃഷികളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കൃഷി പോലും നമുക്ക് ആദായം എടുക്കാൻ പറ്റുന്നില്ല. അവസാനം കുറച്ച് വാഴ കൊണ്ട് നട്ടപ്പോൾ വാഴര മൂട് തുറന്നിട്ട് ആ വാഴര മാണം മൊത്തവും അതിപ്പോൾ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി തന്നെ ഈ തെങ്ങും പൂർണ്ണമായിട്ട് 25 മൂട് തെങ്ങ് 5 വർഷത്തിന് മുമ്പേ നട്ട് വർഷത്തിൽ 2ഉം 3ഉം പ്രാവശ്യം വളങ്ങളും ചെയ്ത് ഈ പിന്നെ കൃഷിഭവനിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതനുസരിച്ചുള്ള വളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് നല്ല രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു തെങ്ങാണ് 25 മൂട് തെങ്ങ്. എന്ത് ചെയ്യും? സർക്കാരിൻ്റെ ഭാഗത്ത് ഞാൻ പഞ്ചായത്തിൽ പരാതി കൊടുത്തു, കൃഷിഭവനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തു. കൃഷിഭവനിൽ പരാതി കൊടുത്ത സമയം അവർ പറയുന്നത് അവർക്ക് ഇതിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടും, അല്ലെങ്കിൽ അവർക്ക് ഇത് തരാനുള്ള ഒരു ഏർപ്പാടുകളുമില്ല. പഞ്ചായത്തിൽ കൊടുത്ത് അവരെ അടുത്ത കമ്മിറ്റിക്ക് വെച്ച് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുന്നത്? ഇനിയിപ്പോൾ 2 മൂടും കൂടെ ഉണ്ട്, അത് ഇന്നോ നാളെയോ അതും തിന്നിരിക്കും. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. മേലിൽ മറ്റൊരു കൃഷിക്കാരനും ഇതേപോലൊരു ദുരവസ്ഥ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായിട്ട് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ നഷ്ടത്തിന് ആരാ ഉത്തരവാദി? നമുക്കില്ലാതെ പോയി എത്ര തന്നെ. അതുകൊണ്ട് അതിൻ്റെതായ നടപടിക്രമങ്ങൾ ഉടനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നും അധികാരികൾ ഇതിന് വേണ്ടുന്ന ഒരു നടപടി സ്വീകരിക്കണമെന്നും ആണ് എനിക്ക് പറയാനുള്ളത്. കൃഷികൾ ചെയ്തു വയ്ക്കുന്ന അതെല്ലാം പന്നികൾ നശിപ്പിച്ച് നാനാവിധമാക്കുക. പിന്നെ ഇപ്പം അടുത്തൊരു പെരയിടത്ത് തന്നെ ചീനി നട്ടിരുന്നു, അത് മൊത്തവും പിന്നെ പന്നികൾ നശിപ്പിച്ച് എന്നാണ് പറയുന്നത്. അതുകൊണ്ടും വലിയൊരു ബുദ്ധിമുട്ടിലിരിക്കുകയാണ്. അങ്ങനെ ഈ പട്ടികളും പന്നികളും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നമുക്ക് ജീവിതത്തിൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഇപ്പം വലിയൊരു ബുദ്ധിമുട്ട് ഈ പട്ടികളെ കൊണ്ടാണ്. ഈ പട്ടികളെ ശല്യം എങ്ങനെയെങ്കിലും അതൊന്ന് മാറ്റി കിട്ടിയാൽ കൊള്ളാമായിരുന്നു.
കുഞ്ഞുങ്ങൾക്ക് മുറ്റത്ത് പോലും ഇറങ്ങാൻ വയ്യാത്ത സിറ്റൗട്ട് നിൽക്കുവാണെങ്കിൽ സിറ്റൗട്ടിനകത്ത് വരും. നമ്മൾ എപ്പോഴും മുന്നിട്ട് വന്ന് നിൽക്കത്തില്ല, കുഞ്ഞുങ്ങൾ സിറ്റൗട്ടിൽ നിൽക്കും. അപ്പം ഈ പട്ടികളെല്ലാം സിറ്റൗട്ടിലോട്ട് കയറുകയെന്ന് വെച്ചാൽ അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. അത് ഒഴിവാക്കണം എന്നാണ്. ഓ ഇവിടെ ഈ പ്രദേശത്ത് കാർഷിക രംഗങ്ങളിൽ വരുന്ന ബുദ്ധിമുട്ട് പന്നിയുടെ ശല്യം അതിരൂക്ഷമായിട്ടിരിക്കുക. ഒരു 10 മൂട് കപ്പ നട്ടുപിടിപ്പിക്കാനോ ഒരു ചേമ്പ് നട്ടുപിടിപ്പിക്കാനോ ചേന നട്ടുപിടിപ്പിക്കാനോ അങ്ങനെ കാർഷിക ആവശ്യങ്ങൾക്കുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് കൃഷി ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുക. രാത്രി കാലങ്ങളിൽ പന്നികൾ കൂട്ടത്തോടെ വന്ന് ഇതെല്ലാം കുത്തിമറിച്ച് കൃഷിക്കാരെ എണീച്ച് നോക്കുമ്പോൾ അവന് യാതൊന്നും പിന്നെ കിട്ടാത്ത രീതിയിൽ നഷ്ടപ്പെടുത്തി കളയുക. അതാണ് പന്നി ഇപ്പം ഇവിടെ ഗ്രാമപ്രദേശത്ത് ഇറങ്ങി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേല. അതിനുപരി പട്ടികൾ അതിരൂക്ഷമായ രീതിയിൽ ബൈക്കുകളോ വണ്ടികളോ പള്ളിക്കൂടം പിള്ളേർക്കോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ മറ്റുള്ളവർക്കോ അവശത അനുഭവിക്കുന്നവർക്കോ ഈ റോഡിൽ കൂടെയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനോ വീടിൻ്റെ പരിസരങ്ങളിലോ താമസിക്കാനൊക്കാത്ത രീതിയിൽ പട്ടികൾ പെറ്റ് പെരുവി കുട്ടികളെ ഓടിച്ചിട്ട് കടിക്കുക, ബൈക്ക് യാത്രക്കാരെ കുറുക്കെ ചാടുക, അങ്ങനെയുള്ള അപകടങ്ങൾ നിരന്തരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് തക്കതായ ഒരു പരിഹാരം വേണ്ടപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ അതിരൂക്ഷമായിട്ട് ഓരോ വർഷവും പട്ടികളും പന്നികളും പെരുകിക്കൊണ്ടിരിക്കുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ആൾക്കാരോട്. നമസ്കാരം. എൻ്റെ പേര് ഷജി ശാന്തിനികേതൻ. ഞാൻ കടയ്ക്കൽ പഞ്ചായത്ത് ഇളമ്പണ്ണൂർ വാർഡിലാണ് താമസിക്കുന്നത്. എൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഞാൻ ഫൈൻ ആർട്സ് കഴിഞ്ഞ് അധ്യാപന വൃത്തിയായിരുന്നു. ആ സംഭവങ്ങൾക്കിടയിൽ നമ്മുടെ കൃഷിയെ പരമ്പരാഗതമായി കൃഷി ചെയ്തു വരുന്ന ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാൻ. ഏറ്റവും ഇളയ ഒരു തലമുറയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പം ഞാനും ഇവിടെ വന്ന് എല്ലാവരും പ്രാക്ടിക്കലായിട്ട് പറയാതെ തിയറി മാത്രം പറയുമ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തെക്കുറിച്ചും ജൈവ പച്ചക്കറികളെക്കുറിച്ചും അതിനെക്കുറിച്ചും ഇതിലെല്ലാത്തിലും വാചാലമായി സംസാരിക്കുമ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്കുണ്ടായ കുറേ ദുരനുഭവങ്ങളും കാര്യം ഞാൻ അതിൽ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത്. അത് പൈസയ്ക്ക് വേണ്ടിയോ മറ്റതിനു വേണ്ടിയല്ല, ശരിക്ക് സേവ് ദ സോയിൽ എന്നുള്ളൊരാശയം മനസ്സിലുള്ളത് കൊണ്ടും എൻ്റെ യാത്രകളിലും എൻ്റെ പഠനം വിശ്വഭാരതി, ഡൽഹി, അവിടെ ആസാം യൂണിവേഴ്സിറ്റി അവിടെ എല്ലാം പഠിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സഹജീവികളോടുള്ള സ്നേഹവും മറ്റും സംഭവം എല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ കൃഷി തുടങ്ങിയത്. നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. കാര്യം മണ്ണിൽ പണിയടിച്ച് നമ്മളെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഇത് തിയറി പറയുന്നതല്ല. മണ്ണിൽ ജീവിക്കണമെങ്കിൽ ജീവൻ നിലനിർത്തണം ഭക്ഷണം വേണം. ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു കഠിന ശ്രമത്തിൻ്റെ ഇടയിലായിരുന്നു. അത് വളരെ രസകരമായി നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ 1.5 ഏക്കറിൽ നെൽകൃഷി ചെയ്യുന്ന ഒരാളായിരുന്നു. എനിക്ക് കഴിഞ്ഞ വർഷം നെൽകൃഷി ചെയ്തതിൽ ഒരു മണി കൊയ്തെടുക്കാൻ പറ്റിയില്ല. കാര്യം പന്നി നശിപ്പിച്ചു. അതുപോലെ തന്നെ പന്നിയെപ്പോലെ തന്നെ മയിൽ, പന്നി ശരിക്കും പറഞ്ഞാൽ ഇവയെല്ലാം ഇപ്പോൾ ഡൊമസ്റ്റിക് ആനിമൽസായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാര്യം പന്നിയെ നമ്മൾ ഒരു തരത്തിലും നമ്മളിപ്പോൾ അവനെ പ്രകോപിപ്പിച്ചോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ഏതെങ്കിലും തരത്തിൽ ഇവനെ ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. കാര്യം ഇപ്പോൾ പടക്കിൻ്റെ സൗണ്ടോ വേറെ എന്ത് സൗണ്ട്, കാര്യം അവൻ അതിനെയെല്ലാം അതിജീവിച്ചു കഴിഞ്ഞു. കാര്യം ഇപ്പം ഫെൻസിങ് ഇട്ട് കഴിഞ്ഞു. ഫെൻസിങ്ങിന് അടിയിൽ കൂടി തുറന്നു കയറിയാണ് കംപ്ലീറ്റ് സാധനം പോകുന്നത്. നെൽകൃഷി ആദ്യം തൊട്ടേ അവൻ നശിപ്പിച്ചു തുടങ്ങിയ. കാര്യം വളരെ ദയനീയാവസ്ഥയാണ്. കാര്യം ഞാൻ വളരെ സന്തോഷത്തോടുകൂടി കരയായിരുന്ന ഭൂമി നിലമാക്കി അതിനെ 1.5-2 ലക്ഷം രൂപയോളം മുടക്കി നെൽവിത്തുകൾ എറിഞ്ഞു വളരെ ഭംഗിയായിട്ട് അതിനെ പരിപോഷിച്ചു കൊണ്ടുവന്നത് അവസാന നിമിഷം അത് ഹാർവെസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. മൊത്തവും പന്നി നശിപ്പിച്ചു. 1000 മൂട് വാഴ വെച്ച് അതിലിനി 60 മൂട കണ്ടുണ്ട്. ഡെയിലി 50-60 വെച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. കാട്ടിൽ ജീവിക്കുന്ന ജീവികൾ ഇപ്പോൾ കാട്ടുപന്നിയെന്ന് ഇതിനെ പറയാൻ പറ്റില്ല, നാട്ടുപന്നിയെന്നേ പറയാൻ പറ്റും. കാര്യം ചെവി മടങ്ങിയ പന്നികൾ ഉൾപ്പെടെ ഉണ്ട്. കാര്യം എവിടെന്നോ പണ്ടുകൊണ്ട് കളഞ്ഞ, അതായത് ഈ പന്നിപ്പനി വരുന്ന സമയത്ത് ഇതിനെ കൊല്ലാൻ കഴിയാത്തത് കൊണ്ട് ഇതിനെ കൊണ്ടുവന്ന് തട്ടി കളഞ്ഞു. അങ്ങ് മലയിലാണ്. ആ മലയിൽ കൊണ്ട് തട്ടിയത്, ആലത്തറ മലയിൽ തട്ടിയ ആ സാധനങ്ങളാണ് ഇപ്പോൾ ഇതുവരെ കാട്ടുപന്നിയും നാട്ടുപന്നിയും കൂടെ ചേർന്ന് വേറെ മിക്സ്ഡായ ഒരു സംഭവത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. കാര്യം ഒരു പ്രസവത്തിൽ 18-20 കുട്ടികളാണ് വരുന്നത്. എൻ്റെ പട്ടിയെ തന്നെ അതിനെ ഇടിച്ച് എത്ര ആൾക്കാരും ഇവിടെ വെട്ടാൻ പോകാനും മറ്റുള്ള പ്രശ്നങ്ങൾക്ക് ടാപ്പിംഗ് തൊഴിലാളികൾക്കും വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്.